ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന ആൻസി. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ കേൾക്കാം. മുംബൈയിൽ അധോലോകത്തിനൊരു പ്രശ്നമുണ്ട്. ഒരു തലവൻ്റെ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളാണവർ. തലവൻ നഷ്ടപ്പെട്ടാൽ എത്ര കരുത്തുറ്റ സംഘവും നിലംപൊത്തി വീഴും. അവർക്ക് പിന്നെ നിലനിൽപ്പില്ല. മുനിസാഹിബ് വെടിയേറ്റു വീണതോടെ ഗുണ്ടകൾ നാലുപാടും ചിതറിയോടി അപ്രത്യക്ഷരായി. അവർ നന്നായി പേടിച്ചിരുന്നു. ചന്തുവിൻ്റെ കയ്യിൽ തോക്ക് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും മുനിസാഹിബും വിചാരിച്ചു കാണില്ല. ഏതായാലും ആ ഗുണ്ടാത്തലവൻ മരിച്ച് വിറങ്ങലിച്ച് തെരുവിൽ കിടന്നു. ചന്തു താഴേക്ക് കുത്തിയിരുന്നു. താനൊരു കൊലപാതകിയായെന്ന സത്യം അവനെ വീർപ്പ് മുട്ടിച്ചു. ഈശ്വര, ഇനി എന്തെല്ലാം നേരിടേണ്ടി വരും. പോലീസ് അറസ്റ്റ് ചെയ്യും, പിന്നെ ജയിലല്ലെങ്കിൽ തൂക്കുകയർ. ജീവിതത്തിന് വീണ്ടും ഒന്ന് നിറം പിടിച്ച് വരികയായിരുന്നു. എല്ലാം തകർന്നല്ലോ. അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. തോളിൽ ഒരു കരതലം അമർന്നപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. മാനസിയായിരുന്നു. ആശ്വസിപ്പിക്കുന്ന ഒരു മുഖഭാവം അവൻ അവളിൽ കണ്ടു. നമുക്കിവിടെ നിന്നും പോകാം ചന്തു, വേഗം പോകാം. പതർച്ചയ്ക്കിടയിലും അവൾ പറഞ്ഞു. എങ്ങോട്ട് പോകുമെന്ന ചോദ്യമുണ്ടായിരുന്നു. ചന്തുവും മാനസിയും പോയത് തമ്പിയുടെ അടുക്കലേക്കാണ്. കാര്യങ്ങൾ അറിഞ്ഞ തമ്പി ഞെട്ടിത്തരിച്ചു. കുറച്ചു നേരം ആലോചിച്ച ശേഷം അവൻ ചന്തുവിനോട് പറഞ്ഞു, നീ എന്തായാലും ഇപ്പോൾ പോലീസിന് പിടികൊടുക്കരുത്. എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കണം. എവിടെ? ചന്തു ചോദിച്ചു. മുംബൈ പോലീസിന് ഏറ്റവും പേടിയുള്ളിടത്ത്, ധാരാവിയിൽ, അവൻ പറഞ്ഞു. തമ്പി പറഞ്ഞത് ശരിയായിരുന്നു. ധാരാവി എന്ന് കേട്ടാൽ മുംബൈ പോലീസ് കയറാൻ 2 തവണ ആലോചിക്കും. തന്നേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ അവിടെ കാലങ്ങളോളം താമസിക്കുന്നുണ്ട്. അങ്ങനെ തമ്പിയുടെ ഉപദേശപ്രകാരം ധാരാവിയിൽ ഒരു കുടിലിൽ ചന്തുവും മാനസിയും ഒളിച്ചു താമസിച്ചു. ഓരോ നിമിഷവും അറസ്റ്റ് പ്രതീക്ഷിച്ചാണ് ചന്തു കഴിഞ്ഞത്. അതിനാൽ മാനസിയോടൊന്നും മിണ്ടാനുള്ള മാനസികാവസ്ഥ പോലും അവനുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് സ്വപ്നം കണ്ട് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. അവൻ ഉറങ്ങാതായി. എന്നാൽ സ്ഥിതി മറ്റൊന്നായിരുന്നു. മുനിസാഹിബ് ചൗപ്പാട്ടിയിലെ ഗുണ്ടാ നേതാവും പോലീസിൻ്റെ വലങ്കൈയുമൊക്കെ ആയിരുന്നു എന്നത് ശരി തന്നെ. എന്നാൽ ഇടയ്ക്ക് അവൻ പോലീസിനു മേലെ കയറി കളിക്കാൻ തുടങ്ങിയിരുന്നു. പോലീസ് പറയുന്നത് കുറേ കാലമായി അവൻ അനുസരിക്കാറില്ല. ബീച്ചിനടുത്ത് ഒരു പട്രോൾ സംഘത്തെ മുനിസാഹിബും കൂട്ടുകാരും ഇതിനിടയ്ക്ക് അടിച്ച് മൃതപ്രായരാക്കിയത് പോലീസുകാർക്കിടയിൽ വലിയ ഇഷ്യൂ ആയിരുന്നു. ഇതിനിടെ ചൗപ്പാട്ടിയിലെ പോലീസ് ഇൻസ്പെക്ടറുടെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറാനുള്ള ധൈര്യവും അവനുണ്ടായി. മുനിസാഹിബിനെ ഏതെങ്കിലും വ്യാജ എൻകൗണ്ടറിൽ തീർക്കാനായി തക്കം പാർത്തിരിക്കുകയായിരുന്നു പോലീസ്. അതിനിടയിലാണ് ചന്തു അവനെ വെടിവെച്ച് കൊന്നത്. ഇത് പോലീസിൻ്റെ ജോലി കുറച്ചു. കൂടുതൽ അന്വേഷിക്കാനൊന്നും അവർ മെനക്കെട്ടില്ല. അപകടമരണമെന്ന നിലയിൽ കേസ് ക്ലോസ് ചെയ്തു. ഗുണ്ടകൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നിയമപോരാട്ടം നടത്താൻ ആരുമുണ്ടാകില്ല. അങ്ങനെ മുനിസാഹിബിനെ എന്നേക്കുമായി മുംബൈ പോലീസ് എഴുതിത്തള്ളി. ചന്തുവിനെ തേടി പിന്നെ ഒരു പോലീസും എത്തിയില്ല. എന്നാൽ മറ്റു ചിലർ അവനെ തേടിയെത്തി. മീസാൻ സേട്ടിന് ചരക്കെത്തിച്ചതും മുനിസാഹിബിനെ കൊന്നതും അധോലോക വൃത്തങ്ങൾക്കിടയിൽ അവനെ പ്രശസ്തനാക്കിയിരുന്നു. കൂടുതൽ അസൈൻമെൻറ്റുകൾ അവന് ലഭിച്ചു. സ്മഗ്ലിംഗ് ആയിരുന്നു കൂടുതലും. ചന്തുവിന് അത് ഏറ്റെടുക്കാതെ നിവൃത്തിയില്ലായിരുന്നു. അധോലോകത്തിൽ ഒരിക്കൽ പെട്ടാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് മെനക്കേടാണ്. അധോലോക പശ്ചാത്തലമുള്ള ഒരാൾക്ക് മറ്റ് ജോലികൾ ലഭിക്കാനും പ്രയാസമാണ്. തനിക്ക് കിട്ടിയ അസൈൻമെൻറ്റുകൾ ചന്തു ഏറ്റെടുത്തു. ഇത്തവണ തമ്പിയും അവനൊപ്പം കൂടി. കരവഴിയും കടൽ വഴിയും അവൻ ചരക്കുകൾ കൃത്യസ്ഥാനത്തെത്തിച്ചു. മാനസിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അവൻ കണക്കിലെടുത്തില്ല. അവൾക്ക് ചെറിയ മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. മുംബൈ വിട്ട് എങ്ങോട്ടെങ്കിലും പോയി ചന്തുവിനൊപ്പം ജീവിക്കണം. പട്ടിണിയാണെങ്കിലും പ്രശ്നമില്ല. മാനസി ഇപ്പോഴും അവൻ്റെ ഭാര്യയായിരുന്നില്ല. അവർ തമ്മിൽ മറ്റ് ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരേ കുടിലിൽ താമസിക്കുന്ന 2 പേർ. ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ വിജയമായതോടെ ചന്തുവിന് നിൽക്കാൻ സമയമില്ലാതായി. അവൻ്റെ കയ്യിൽ പണവും നിറഞ്ഞു. ലോഖണ്ഡാലയിൽ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് എടുത്ത് ചന്തുവും മാനസിയും അങ്ങോട്ടേക്ക് മാറി. ഇതിനിടയിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ ഒരു ക്ഷേത്രനടയിൽ വെച്ച് ചന്തു മാനസിയെ മിന്നുകെട്ടി.
മീസാൻ സേട്ടും തമ്പിയും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. അവർ തന്നെ സാക്ഷികളുമായി. മാനസി അവർക്കെല്ലാം പായസവും ക്യാരറ്റ് ഹൽവയും നൽകി സൽക്കരിച്ചു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഈ ജീവിതത്തിൽ നടപ്പാകില്ലെന്ന് കരുതിയ ആഗ്രഹമാണ് സാക്ഷാത്കരിച്ചത്. ഒരു പാവം പെണ്ണിൻ്റെ വിവാഹമെന്ന സ്വപ്നം. ലോഖണ്ഡാലയിലെ കിടപ്പുമുറിയിൽ നിറഞ്ഞ മനസ്സോടെ മാനസി ചന്തുവിന് ആദ്യ ചുംബനം നൽകി. അവളുടെ ചുണ്ടുകൾ അവൻ്റെ മുഖത്ത് പരതി നടന്നു. കൈകൾ അവനെ വരിഞ്ഞു മുറുക്കി. പിടിവിടാൻ മനസ്സില്ലായിരുന്നു മാനസിക്ക്. പിടിയിൽ നിന്ന് മോചിതനാകാൻ അവനും. ഗുജറാത്തി പെണ്ണിൻ്റെ അലൗകികമായ ഉടലഴക് അവൻ്റെ ശരീരത്തേക്ക് ഒരു മഴ പോലെ പെയ്തിറങ്ങി. ഒരുപാട് നേരം നീണ്ടുനിന്ന വേദനയുടെയും ചാരിതാർത്ഥ്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും നിമിഷങ്ങൾ. ലക്ഷങ്ങൾ പലരും വില പറഞ്ഞ കന്യകാത്വം തൻ്റെ ജീവിതത്തിലെ ഇഷ്ടപുരുഷന് തന്നെ സമ്മാനിച്ച ചാരിതാർത്ഥ്യത്തോടെ മാനസി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ആദ്യ സമാഗമത്തിൻ്റെ ക്ഷീണത്തിൽ ചന്തു ഉറക്കമായിരുന്നു. അവൾ അവനരികിൽ ചെന്ന് അവൻ്റെ മുടിയിൽ തലോടി. അവന് ദൃഷ്ടിദോഷമുണ്ടാകാതെ ഇരിക്കാൻ ഇരുമുഷ്ടികളും മടക്കി അവൻ്റെ തലക്കിരുവശവും വെച്ചു. എന്നിട്ട് നിലക്കണ്ണാടിയിൽ പോയി തൻ്റെ സുന്ദരമായ മേനി നോക്കി നിന്നു. ഒരു ചെപ്പിൽ നിന്ന് അല്പം സിന്ദൂരമെടുത്ത് അവൾ തൻ്റെ സീമന്തരേഖയിൽ ചാർത്തി. താനിനി കന്യകയല്ല, തനിക്കൊരു അവകാശിയുണ്ടായിരിക്കുന്നു. വളരുകയായിരുന്നു ചന്തു അനുദിനം. അവൻ്റെ സംഘത്തിലേക്ക് ഒട്ടേറെ പേർ ചേർന്നു. തമിഴ്നാട്ടുകാരനായ പാണ്ഡ്യൻ, ഹരിയാനക്കാരനായ ഗോവിന്ദ് ഖുഷാഹ, മറാത്തിയായ ലാം ജാംലി, പിന്നെ ഒട്ടേറെ പേർ. തമ്പിയായിരുന്നു ചന്തുവിൻ്റെ വലങ്കൈ അഥവാ ഛോട്ടാ സാബ്. ചന്തുവിനെ അധോലോകം വേറൊരു പേരിൽ വിളിച്ചു തുടങ്ങി, ചന്തു സാഹിബ്. ചങ്കുറപ്പുള്ളവനെ ചക്രവർത്തിയാക്കുന്ന നഗരമാണ് മുംബൈ. അവൻ്റെ വിദ്യാഭ്യാസവും കുലവും ഒന്നും ഒരു പ്രശ്നമല്ല. എന്തു ചരക്കും മുംബൈയിൽ എത്തിക്കാൻ ചന്തു സാഹിബിനെ ഏൽപ്പിച്ചാൽ മതിയെന്ന് ഒരു മന്ത്രമായി കള്ളക്കടത്തുകാർ ഉരുവിട്ടു. മറ്റുള്ള അധോലോക സംഘങ്ങളെപ്പോലെ അല്ലായിരുന്നു ചന്തുവിൻ്റെ ഗ്രൂപ്പ്. കള്ളക്കടത്തും ഹവാലയും മാത്രമായിരുന്നു അവരുടെ പ്രവർത്തന മേഖല. പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ഹഫ്ത പിരിക്കുന്നതിൽ നിന്നും അക്രമങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും തൻ്റെ സംഘാംഗങ്ങളെ ചന്തു കർശനമായി വിലക്കി. അതുമൂലം മറ്റുള്ള ഗ്യാങ്ങുകൾ അവനെ വലിയ സ്നേഹത്തോടെ കരുതി. മുംബൈയിലെ എല്ലാ അധോലോക നേതാക്കളുമായും ദൃഢസൗഹൃദത്തിലായിരുന്നു ചന്തു. കൃത്യമായ വരിപ്പണം അവൻ പോലീസിൻ്റെയും കസ്റ്റംസിൻ്റെയും ഉദ്യോഗസ്ഥർ എത്തിച്ചു കൊടുത്തതിനാൽ അവരും ചന്തുവിനൊരു പ്രതിബന്ധമായില്ല. മഹാരാഷ്ട്രയിലെ ഡോക്കിലി പാർട്ടികൾ മുതൽ വമ്പന്മാർ വരെ എല്ലാവർക്കും അയ്യയച്ച് പിരിവ് കൊടുക്കാനും ചന്തു മടിച്ചില്ല. അതിനാൽ തന്നെ ഒരു രീതിയിലും അവൻ ഒരു ശല്യമോ എതിരാളിയോ ഉണ്ടായില്ല. ഇതിനിടയിലാണ് തനു ജനിക്കുന്നത്, ചന്തുവിൻ്റെയും മാനസിയുടെയും ഓമനപുത്രൻ. അവൻ ജനിച്ചതോടെ ചന്തു ആളാകെ മാറി. സാഹസികനായ അധോലോക നേതാവിൻ്റെ ഉള്ളിൽ പിതൃസ്നേഹം എന്ന കരിക്കൻ വെള്ളം നിറഞ്ഞു. തിരക്കുകൾ ഒഴിവാക്കി കൂടുതൽ നേരം വീട്ടിൽ ചിലവഴിച്ചു തുടങ്ങി. ഇത്ര നാളും സാഹസികനായിരുന്നു അവൻ. എല്ലാം വിട്ടുപിടിക്കണമെന്ന വാശി മാത്രം. എന്നാൽ ഇപ്പോൾ അവൻ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. തനു വലുതാകുന്നത്, അവൻ വിദ്യാഭ്യാസം നേടുന്നത്, അവൻ്റെ കല്യാണത്തിന് അവൻ്റെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത്, അവൻ്റെ കുട്ടികളുടെ പേരിടിയിൽ കർമ്മം അപ്പൂപ്പൻ എന്ന നിലയിൽ നടത്തുന്നത്. ഒരു ശരാശരി പിതാവിൻ്റെ സ്വപ്നങ്ങൾ. തൻ്റെ ഭാവിയെ ഇതാദ്യമായി ചന്തു പേടിക്കാൻ തുടങ്ങി. നിലയില്ലാ കയമാണ് അധോലോകം. നീന്തലൊന്ന് പിഴച്ചാൽ പടുമരണമായിരിക്കും ഫലം. പക്ഷേ തനിക്ക് മരിക്കാൻ പറ്റില്ല. തനിക്ക് ജീവിക്കണം, തനുവിൻ്റെ വളർച്ചയുടെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട്. അങ്ങനെ ഒരു ദിവസം ചന്തു അധോലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു. തമ്പിയോട് തലവനാകാൻ ആവശ്യപ്പെട്ടപ്പോൾ മറുപടി ഇതായിരുന്നു: ചന്ദൂരി, നീ രാമനാണ്, ഞാൻ ഹനുമാനും. രാമൻ എവിടുണ്ടോ അവിടെ തന്നെയാകും ഹനുമാൻ. നീ വിട്ടാൽ ഞാനും വിടുന്നു. ലാൽ ജാംലി പുതിയ തലവനായി. ചന്തു ഇതിനിടയിൽ നന്നായി സമ്പാദിച്ചിരുന്നു. പോരാത്തതിന് വളർത്തിയെടുത്ത ധാരാളം ഉന്നതതല ബന്ധങ്ങളും. അത് വെച്ച് ബിസിനസ് തുടങ്ങാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ കമ്പനി രൂപീകരിച്ചു. മാനസി ഗ്രൂപ്പ്. റിയൽ എസ്റ്റേറ്റ് മുതൽ ചില്ലറ വിതരണം വരെ. സിനിമാ തിയേറ്ററുകൾ, ഫിലിം പ്രൊഡക്ഷൻ, എക്സ്പോർട്ടിംഗ്, വിവിധ മേഖലകളിൽ മാനസി ഗ്രൂപ്പ് പടർന്നു പന്തലിച്ചു. ചന്തുവിൻ്റെ അക്കൗണ്ടിൽ പണം നിറഞ്ഞു കവിഞ്ഞു. 30 വയസ്സ് പിന്നിട്ടപ്പോഴേക്കും ശതകോടീശ്വരൻ എന്ന നിലയിലായിരുന്നു അവൻ.
തമ്പിയായിരുന്നു ഇവിടെയും വലങ്കൈ. ചന്തുവിനോടുള്ള അവൻ്റെ സ്നേഹം ആത്മാർത്ഥതയായി പടർന്ന് പന്തലിച്ചു. ബാന്ദ്രയിലും ഹിരാനന്ദാനയിലും അന്തേരിയിലുമൊക്കെ ആഡംബര വില്ലകൾ, പൻവേലിൽ ഏക്കറുകൾ വരുന്ന എസ്റ്റേറ്റും ബംഗ്ലാവുകളും, മലബാർ ഹിൽസിൽ ഗോൾഫ് കോഴ്സും റിസോർട്ടും, പോർച്ചുഗലിൽ ഡസൻ കണക്കിന് വിദേശ നിർമ്മിത കാറുകൾ. ചന്തു വീണ്ടും മാറുകയായിരുന്നു. മുംബൈ അവനെ പുതിയൊരു പേരിൽ വിളിച്ചു തുടങ്ങി. ചന്ദ്രശേഖർ മേനോൻ, ദി ബിസിനസ് ടൈക്കോൺ ഫ്രം കേരള. തേങ്കുറിശ്ശിയിലും കുറേ സ്ഥലം വാങ്ങി അവിടെ ഒരു ബംഗ്ലാവ് അവൻ പണി കഴിപ്പിച്ചു. കേരളത്തിലെ സുഹൃത്തുക്കളാണ് അത് നടത്തിക്കൊടുത്തത്. ചന്തു പിന്നീട് നാട്ടിലേ പോയിട്ടില്ലായിരുന്നു. മാനസിക്ക് പിന്നീട് ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഭർത്താവിന് പിന്നിൽ ഒരു പാറ പോലെ അവൾ ഉറച്ചു നിന്നു. മിക്കപ്പോഴും അവൾ അവനെ ചന്തുവെന്ന് വിളിച്ചു. ഭയങ്കര സ്നേഹം വരുമ്പോൾ ചന്തുവേട്ടൻ, സ്നേഹവും ബഹുമാനവും കൂടി വരുമ്പോൾ പതിദേവെന്നും വിളിച്ചു. അവൾക്ക് അവൻ ദൈവമായിരുന്നു. അപമാനത്തിൻ്റെ കുഴിയിൽ നിന്ന് ജീവൻ പണയം വെച്ച് തന്നെ രക്ഷിച്ച തൻ്റെ പതിദേവൻ. മാനസിയുടെ കാര്യത്തിൽ ചന്തുവിന് ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. വില കൂടിയ തുണിത്തരങ്ങൾ കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും അവൻ അവളുടെ പൂവുടൽ മൂടി. അവൾ വീട്ടിലൊടുക്കുന്ന വസ്ത്രത്തിന് പോലും ലക്ഷങ്ങൾ വിലമതിച്ചു. ആഡംബരത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു മാനസിക്ക്. എന്നാലും ഭർത്താവിൻ്റെ താല്പര്യം മനസ്സിലാക്കി സന്തോഷത്തോടെ അവൾ അതെല്ലാം ധരിച്ചു. ഓർമ്മകളുടെ കുത്തൊഴുക്ക്. ചായ കുടിച്ച് കപ്പ് മേശപ്പുറത്ത് വെച്ച് ചന്തു ചിന്താമഗ്നനായിരുന്നു. നമുക്ക് പോകണ്ടേ കല്യാണത്തിന്? മാനസി ചോദിച്ചു. പോണോ? എന്താ നിൻ്റെ അഭിപ്രായം? ചന്തു തിരിച്ചു ചോദിച്ചു. പോണം. അവർ ഇത്രകാലം കഴിഞ്ഞ് വിളിച്ചതല്ലേ. മാത്രമല്ല ചന്തുവിൻ്റെ നാട് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അവിടുത്തെ നമ്മുടെ വീടും കണ്ടിട്ടില്ല. നമുക്ക് പോകാം. തനുവിനെയും കൊണ്ടുപോകണം. അച്ഛൻ്റെ ബന്ധുക്കളെ അവനും കാണണ്ടേ. പോകാം, നമുക്ക് പോകാം. തല കുലുക്കിക്കൊണ്ട് ചന്തു പറഞ്ഞു. മായയുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് ചന്തു നാട്ടിലെത്തിയത്. തൻ്റെ ആഡംബരക്കാറായ റോൾസ് റോയ്സ് ഗോസ്റ്റിൽ. തെങ്കുറിശ്ശിയിലെ ആദ്യമായാകും അങ്ങനെ ഒരു കാർ എത്തിയിരിക്കുക. നാട്ടുകാരെല്ലാം തടിച്ചുകൂടി. ചന്തുവും മാനസിയും മകൻ തനുവും പിന്നെ മുംബൈയിൽ നിന്ന് ചന്തുവിൻ്റെ വിശ്വസ്ത ഡ്രൈവറായ അച്ചായൻ എന്ന ജേക്കബുമായിരുന്നു കാറിൽ. തെങ്കുറിശ്ശിയിലേക്ക് എത്തിയതും ചന്തു കാർ ഒന്ന് നിർത്താൻ പറഞ്ഞു. അവൻ വെളിയിലിറങ്ങി ആ മണ്ണിൻ്റെ ഗന്ധമുള്ള വായു അല്പനേരം ശ്വസിച്ചു. നിറഞ്ഞ പച്ചപ്പും തെളിനീരും പുൽപ്പാടങ്ങളുമുള്ള തൻ്റെ തെങ്കുറിശ്ശി. അവൻ്റെ ഉള്ളിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ അലയടിച്ചു വന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് ആരായിരുന്നു താൻ? ഈ തെങ്കുറിശ്ശിയും പാലക്കാടുമാണ് ലോകമെന്ന് ധരിച്ചു നടന്ന ഒരു പാവം 24-കാരൻ. ഇന്ന് 35-ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ താൻ ആരാണ്? യുദ്ധങ്ങൾ ഒരുപാട് ജയിച്ച, സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കി തൻ്റേതാക്കിയ ഒരു വ്യവസായ ചക്രവർത്തി. ഏറമംഗലം തറവാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ തെങ്കുറിശ്ശിയിൽ പണി കഴിപ്പിച്ച വീട്ടിലൊന്ന് പോണമെന്ന് ചന്തുവിന് തോന്നി. മാനസിയുടെയും അഭിപ്രായം ഇതായിരുന്നു. ഇതുവരെ അവരാരും ആ വീട് നേരിൽ കണ്ടില്ല. പണി തീർന്ന ശേഷം നാണുവാര്യർ എന്നൊരാളെ കാര്യസ്ഥനാക്കി നോൽക്കാൻ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. പുഴയോരത്തോട് ചേർന്നായിരുന്നു ചന്തുവിൻ്റെ മനോഹരമായ ആ വീട്. മാനസി പാലസ് എന്നായിരുന്നു അതിൻ്റെ പേര്. പേര് പോലെ തന്നെ ഒരു കൊട്ടാരമായിരുന്നു അത്. വിസ്തൃതമായ ലോണുകളും നിറയെ ചെടികളും മരങ്ങളും ഒക്കെയുള്ള മുറ്റം കടന്ന് കാറ് മാനസി പാലസിൻ്റെ പോർച്ചിൽ വന്നു നിന്നു. അച്ഛാ, എന്തൊരു ഭംഗി! കൊച്ചു തനു ഇറങ്ങിയതും പൂന്തോട്ടത്തിലേക്കോടി. 8 വയസ്സുകാരനായ തനുവിന് കേരളം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. മാനസി മഹൽ വൃത്തിയായി സൂക്ഷിച്ചിരുന്നു നാണുവാര്യർ. മുതലാളിയും കുടുംബവും വരുന്നതറിഞ്ഞ് അയാൾ കിടപ്പുമുറി ഉൾപ്പെടെ എല്ലാം ഭംഗിയായി ഒരുക്കിയിട്ടിരുന്നു. യാത്രാക്ഷീണം തീർക്കാൻ ഒരു കുളി കഴിഞ്ഞിറങ്ങിയ ചന്തുവിനെ മാനസി ഒരു ചായയുമായി എതിരേറ്റു. നല്ല അടുക്കള, അവൾ അവനോട് പറഞ്ഞു. ചന്തു ചിരിയോടെ ചായ വാങ്ങി കുടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ഏറമംഗലത്തേക്ക് പോകാൻ അവർ തയ്യാറായി. ഗൂച്ചിയുടെ വില കൂടിയ വെളുത്ത ഷർട്ടും കറുത്ത പാൻസും ധരിച്ച് അർമാനിയുടെ ഷൂസ് കാലിലും ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കാൾട്ടിയറിൻ്റെ വാച്ച് കയ്യിലും പെർഫ്യൂം പൂശുന്നതിനിടെ ചന്തു നിലക്കണ്ണാടിയിലേക്ക് നോക്കി. തനിക്ക് വന്ന മാറ്റം.
വർഷങ്ങൾക്ക് മുമ്പ് കീറിപ്പറഞ്ഞ ഷർട്ടും വെയിലേറ്റു കരുവാളിച്ച മുഖവുമായി കണാരേട്ടൻ്റെ തയ്യൽക്കടയിലെ 200 രൂപയുടെ തിരുപ്പൂർ ഷർട്ട് സ്വപ്നം കണ്ട് നടന്ന താൻ ഇന്നിടുന്നത് ഡിസൈനർ ഷർട്ടുകൾ. നന്നായി വെളുത്തു ചുവന്നിട്ടുമുണ്ട് താൻ. മുംബൈയിലെ ആഡംബര ജീവിതത്തിന് നന്ദി. ഒരു ടൈ കൂടി കെട്ടാമായിരുന്നു. ഇതെന്താ, ബിസിനസ് മീറ്റിന് പോകുവാണോ? ചന്തുവേട്ടൻ മലയാളി പയ്യന്മാരിടുന്നത് പോലെ ജുബ്ബയോ വേഷ്ടിയോ ഒക്കെ ധരിച്ചു പൊയ്ക്കൂടെ? ഇതൊരു കല്യാണ വീട്ടിൽ പോകുവല്ലേ? മാനസിയുടെ ആ ചോദ്യം കേട്ട് ചിരിച്ചതേയുള്ളൂ ചന്തു. അവളും നന്നായി ഒരുങ്ങിയിരുന്നു. വില കൂടിയ നീല ഡിസൈനർ സാരി, കഴുത്തിലും കയ്യിലും വജ്രത്തിൽ തീർത്ത ആഭരണങ്ങൾ. ആ വേഷത്തിൽ അവളുടെ ഉത്തരേന്ത്യൻ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിച്ചു. അവളെ കാണാൻ ഒരു ശ്രദ്ധാ കപൂറിൻ്റെ കട്ടാണെന്ന് ചന്തുവിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വാ പോകാം, അവളുടെ തോളിൽ തട്ടി അവൻ പറഞ്ഞു. ഏറമംഗലം തറവാടിൻ്റെ പടിൽവാതിൽക്കലെത്തിയപ്പോഴേക്കും തൻ്റെ കാല് തളരുന്നെന്ന് ചന്തുവിന് തോന്നി. അവിടുത്തെ കാലിത്തൊഴുത്തുകളിലും വൈക്കോൽ കൂനകളിലും പണിയെടുത്ത ദിവസങ്ങൾ, അമ്മാവൻ്റെ കാർക്കശ്യം, ഇച്ഛാമ്മയുടെ സ്നേഹം, രാഗിണിയോടുള്ള പ്രണയം, 10 വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തുന്നതിൻ്റെ സങ്കോചം അവനെ പൊതിഞ്ഞു. ചന്തുവിൻ്റെ കാറ് ഗേറ്റ് കടന്നെത്തി. ബന്ധുക്കളും മറ്റും അവനെ കാണാനായി അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. 10 വർഷമായി ആരുമായും യാതൊരു ബന്ധവുമില്ലായിരുന്നെങ്കിലും മുംബൈയിൽ നിന്ന് വരുന്നവർ വഴി എല്ലാവരും അവൻ്റെ വളർച്ച അറിയുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ബന്ധുക്കൾ അവനെ പൊതിഞ്ഞു. അവരെല്ലാം അവനോട് വിശേഷങ്ങൾ ചോദിച്ചു. സ്ത്രീകൾ മാനസിയുടെ കയ്യിൽ പിടിച്ച് കവളത്ത് തഴുകി. തനിവിനെ ആരൊക്കെയോ എടുത്തുയർത്തി. ചന്തു വന്നോ എന്നൊരു ശബ്ദത്തോടെ ഒരാൾ വരുന്നത് കണ്ടു. അമ്മാവനായിരുന്നു. കാർക്കശ്യം നിറഞ്ഞ അമ്മാവൻ ഒരുപാട് വൃദ്ധനായതുപോലെ. വന്ന പാടെ അദ്ദേഹം ചന്തുവിനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. കയ്യിൽ പിടിച്ച് അമ്മാവന് സുഖമാണോ? ചന്തു ചോദിച്ചു. സുഖാടാ, എനിക്ക് സന്തോഷമായി. മരിക്കും മുമ്പേ നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ, ആ വൃദ്ധൻ പറഞ്ഞു. എൻ്റെ ചന്തുവേ. പൊട്ടിക്കരച്ചിലോടെ ആരോ അടുത്തു വരുന്നത് അവൻ അറിഞ്ഞു. ഇച്ചമ്മായിയായിരുന്നു. വന്ന പാടെ അവർ ചന്തുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചന്തു അവരുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു. മാനസിയെ ഇച്ചമ്മായി കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ചന്തുവിൻ്റെ പെണ്ണിനെ കണ്ടോ? സിനിമാ നടീനെ പോലുണ്ട്, അക്കായിൽ പെണ്ണുങ്ങൾ അടക്കം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബന്ധുക്കൾ ചന്തുവിനെ വിട്ടുപോയിരുന്നു. തനു അവനോടൊട്ടി നിൽക്കുകയായിരുന്നു. ചന്തുവേട്ടൻ എപ്പോൾ വന്നു എന്നൊരു ചോദ്യം. പരിചിതമായ സ്വരം, ഒരിക്കൽ എന്നും കേൾക്കാൻ കൊതിച്ച സ്വരം. ചന്തു തിരിഞ്ഞു നോക്കി. രാഗിണി. അവളെ കണ്ടപ്പോൾ അവന് വിശ്വസിക്കാനായില്ല. ആകെ കോലം കെട്ടുപോയിരുന്നു രാഗിണി. ഒരു സാധാരണ സാരിയും ബ്ലൗസുമായിരുന്ന വേഷം. നന്നേ സുന്ദരിയായിരുന്ന അവൾ മെലിഞ്ഞുണങ്ങിയിരുന്നു. കൺതടങ്ങളിൽ കറുപ്പ്. കുറച്ചു നേരമായി. നീണ്ട കാലത്തിന് ശേഷം സംഭവിച്ച ആ സമാഗമത്തിൻ്റെ ഭാവമൊന്നും പുറത്തു പ്രകടിപ്പിക്കാതെ അവൻ ഉത്തരം നൽകി. രാഗിണി തനുവിനെ നോക്കി കയ്യാട്ടി വിളിച്ചു. അവൻ പോകാതെ ചന്തുവോടൊട്ടി നിന്നു. ചെല്ല്, ചന്തു അവനോട് പറഞ്ഞു. നിൻ്റെ അമ്മായിയെ കുട്ടാ, വാ, അമ്മായിയുടെ അടുക്കൽ വാ. അവൾ അങ്ങനെ പറഞ്ഞു വിളിച്ചപ്പോൾ തനു അവൾക്കരികിലേക്ക് ചെന്നു. അവനെ വാരിയെടുത്ത് തലമുടിയിൽ തലോടി അവൾ ഉമ്മ വെച്ചു. ചന്തുവേട്ടനെ പോലെ തന്നുണ്ട് ഇവനെ കാണാൻ. അവനെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് രാഗിണി പറഞ്ഞു. നിനക്ക് സുഖമാണോ? ഭർത്താവും മക്കളും ഒക്കെ ഇവിടെ ഉണ്ടോ? ഔപചാരികമായ സ്വരത്തിൽ ചന്തു ചോദിച്ചു. സുഖം, അവൾ പറഞ്ഞു. ഭർത്താവിനെ പറ്റി അവളൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ പറയാനുണ്ടായിട്ടും മിണ്ടാതെ അവൾ നിന്നു. രാഗി, അകായിൽ നിന്ന് ആരോ വിളിച്ചു. എന്നെ വിളിക്കുന്നു. ഞാൻ പോട്ടെ ചന്തുവേട്ടാ, പിന്നെ കാണാം, അവൾ പറഞ്ഞു. ചന്തു തലകുലുക്കി. അവൾ അകത്തേക്ക് പോയി. തനുവിനെയും അവൾ ഒപ്പം കൊണ്ടുപോയി. അവളെപ്പറ്റി അധികം ചിന്തിക്കാൻ പിന്നീട് ചന്തുവിന് സമയം കിട്ടിയില്ല. ബന്ധുക്കളും നാട്ടുകാരും പഴയ സുഹൃത്തുക്കളുമൊക്കെ പരിചയം പുതുക്കാനായി അവൻ്റെ അരികിൽ വന്നു. സമ്പന്നർ കാന്തത്തെ പോലെയാണ്. ആളുകളെ ആകർഷിക്കാൻ അവർക്ക് പറ്റും. മാനസി പെട്ടെന്ന് തന്നെ തറവാട്ടിലെ ആളുകളുമായി ഇണങ്ങി. മുംബൈയിലെ ശതകോടീശ്വരൻ്റെ ഭാര്യ എന്ന നാട്യമൊന്നുമില്ലാതെ തന്നെ ഭക്ഷണം തയ്യാറാക്കാനും അതിഥികൾക്ക് ചായ കൊടുക്കാനുമൊക്കെ അവൾ മുന്നിട്ടിറങ്ങി. വന്ന ആദ്യ ദിനം തന്നെ ഏറമംഗലത്തെ വീട്ടുകാരിയായി അവൾ മാറി. എല്ലാവർക്കും അവളെ നിറയെ ഇഷ്ടമായി. വൈകുന്നേരം ചന്തുവിൻ്റെ ബന്ധുക്കളിലെ അവൻ്റെ സമപ്രായക്കാരും ചില അടുത്ത സുഹൃത്തുക്കളുമൊക്കെ ഒരു വെള്ളമടി പാർട്ടി പ്ലാൻ ചെയ്തു.
താനും തനുവും ഇന്ന് മാനസി മഹലിലേക്ക് വരുന്നില്ലെന്ന് മാനസി ചന്തുവിനെ നേരത്തെ അറിയിച്ചിരുന്നു. അവർ തറവാട്ടിൽ കിടക്കാണത്രേ. അതിനാൽ മദ്യപാനം മാനസി മഹലിൽ വെച്ചാകാമെന്ന് ചന്തു അവരോട് പറഞ്ഞു. അവർ സമ്മതിച്ചു. ആ വലിയ വീടിൻ്റെ ലോണിൽ അവർ മദ്യപാനത്തിന് വട്ടം കൂട്ടി. ചന്തു മുംബൈയിൽ നിന്ന് കുറേ കോണിയാക്കിൻ്റെ കുപ്പികൾ കൊണ്ടുവന്നിരുന്നു. തെങ്കുറിശ്ശിയിൽ ഒത്തുകൂടിയ അവൻ്റെ ബന്ധുക്കളും കൂട്ടുകാരുമൊന്നും ഇത്ര വില കൂടിയ മദ്യം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വിദേശ നിർമ്മിത മദ്യത്തിൻ്റെ രുചി അവർ നന്നായി ആസ്വദിച്ചു. എന്നാലും ആ രാഗിണിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആ കഷ്ടം. 2 പെഗ് അകത്ത് ചെന്നപ്പോൾ ചന്തുവിൻ്റെ അമ്മാവൻ്റെ മകനായ രാജേട്ടൻ പറഞ്ഞു. ചന്തുവിന് ജിജ്ഞാസയേറി. രാഗിണിക്ക് എന്തു പറ്റി? അവൻ രാജേട്ടനോട് ചോദിച്ചു. അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? രാജേട്ടൻ തിരികെ ചോദിച്ചു. ഇല്ല, ഞാൻ അറിഞ്ഞില്ല, അവൻ പറഞ്ഞു. തുടർന്നാണ് രാജേട്ടൻ രാഗിണിയുടെ പിൽക്കാല ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. സുനിൽ ജോർജുമായുള്ള വിവാഹശേഷം കുറച്ച് നാളുകൾ രാഗിണി സന്തോഷവതിയായി മുന്നോട്ട് പോയി. സുനിൽ ഒരു മ്യൂസീഷ്യനായിരുന്നു. അവൻ്റെ പാട്ടിൽ ആകൃഷ്ടയായാണല്ലോ അവരുടെ പ്രേമം പോലും തുടങ്ങിയത്. എന്നാൽ വിവാഹജീവിതം എന്നാൽ പാട്ടും ഗിറ്റാർ വായനയുമല്ലെന്ന് രാഗിണി തിരിച്ചറിഞ്ഞില്ല. പ്രണയനാളുകളിൽ തന്നെ സുനിൽ ലഹരി ഉപയോഗിച്ചിരുന്നു. രാഗിണിക്ക് ഇതറിയാമായിരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ ഇതൊന്നും വലിയ സംഭവമല്ലല്ലോ. അവൾ കാര്യമാക്കിയില്ല. എന്നാൽ വിവാഹശേഷമാണ് അതിൻ്റെ ഭീകരത മനസ്സിലായത്. കഞ്ചാവ് മാത്രമല്ല, മയക്കുമരുന്നും അവൻ ഉപയോഗിച്ചിരുന്നു. തറവാട്ടിൽ നിന്ന് കിട്ടിയ രാഗിണിയുടെ ഭാഗം മ്യൂസിക് ട്രൂപ്പ് തുടങ്ങാനെന്ന് പറഞ്ഞ് അവൻ വിട്ടുതുലച്ചു. ട്രൂപ്പ് തുടങ്ങിയെങ്കിലും 2-ാം മാസം തന്നെ പൂട്ടി. ഭാഗം വിറ്റ് കിട്ടിയ പണം അവൻ മയക്കുമരുന്ന് വാങ്ങാനായാണ് ഉപയോഗിച്ചത്. അവൻ്റെ വീട്ടുകാരും അവനെ എഴുതിത്തള്ളി. എന്നിട്ടും എല്ലാം സഹിച്ച് രാഗിണി കൂടെ നിന്നു. ഇതിനിടയിൽ അവൾക്കൊരു പെൺകുട്ടി ജനിച്ചു. രാഗിണി ഉപരിപഠനം ഉപേക്ഷിച്ച് ഏതോ ഒരു കമ്പനിയിൽ തുച്ഛമായ ശമ്പളത്തിൽ ജോലിക്ക് പോയി തുടങ്ങി. എല്ലാം സഹിക്കാമായിരുന്നു. പക്ഷേ സുനിൽ ഒരു സ്ത്രീലമ്പടനായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ അനേകം പെൺകുട്ടികളിൽ ഒരാൾ മാത്രമായിരുന്നു രാഗിണി. വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും സ്വന്തം ചേട്ടൻ്റെ ഭാര്യയോട് പോലും സുനിൽ അവിഹിത ബന്ധം പുലർത്തിയിരുന്നു. ഇതറിഞ്ഞതോടെ അവൾ പൊട്ടിത്തെറിച്ചു. എന്നാൽ സുനിലിന് അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അതുവരെ രഹസ്യമായി തുടർന്ന ബന്ധങ്ങൾ പരസ്യമായി. സ്വന്തം വീട്ടിൽ വരെ അയാൾ കാമുകിമാരുമായി എത്താൻ തുടങ്ങി. രാഗിണി രൂക്ഷമായി പ്രതികരിച്ചതോടെ അയാൾ മർദ്ദനം തുടങ്ങി. ഒരിക്കൽ അയാൾ രാഗിണിയെ മൃഗീയമായി മർദ്ദിച്ച് അവൾ ആശുപത്രിയിലായി. ഇതറിഞ്ഞ അമ്മാവൻ അവളെ ഇങ്ങി കൂട്ടിക്കൊണ്ടു പോരുന്നു. തുടർന്ന് ഡിവോഴ്സ്. ഇപ്പോൾ രാഗിണിയും മോളും തറവാട്ടിലാണ് താമസിക്കുന്നത്. സുനിൽ കാരണം ഏറമംഗലം തറവാട് കടം കയറി മുടിഞ്ഞു. ചൊവ്വാദോഷം കാരണമല്ല, കെട്ടിക്കാൻ പണമില്ലാത്തതുകൊണ്ടാണ് മായയുടെ കല്യാണം ഇത്രനാൾ മുടങ്ങിയത്. കല്യാണശേഷം തറവാട് മൊത്തത്തിൽ വിറ്റ് കടം വീട്ടാൻ അമ്മാവൻ്റെ പദ്ധതി. എന്നിട്ട് ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കുമത്രേ. ഇതെല്ലാം അറിഞ്ഞ് ചന്തു തരിച്ചിരുന്നു. അവന് ഇതെല്ലാം പുതിയ അറിവുകളായിരുന്നു. ഒന്നോർത്താൽ അവൾ നിന്നോട് ചെയ്തതിൻ്റെ ഫലമായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒരിറക്ക് കോണിയാക്ക് കൂടി കുടിച്ചുകൊണ്ട് രാജേട്ടൻ പറഞ്ഞു. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാൻ രാജേട്ടാ. തുടരാൻ താല്പര്യമില്ലാതെ ചന്തു പറഞ്ഞു. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും രാജേട്ടൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എവിടെയൊക്കെയോ കുത്തുന്നത് പോലെ അവന് തോന്നി. ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. മാനസിയും രാഗിണിയും നല്ല കൂട്ടായി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആത്മാർത്ഥമായ ഒരു സൗഹൃദം അവർ തമ്മിൽ ഉടലെടുത്തു. ചന്തുവിൻ്റെ മുൻകാല കഥകളൊക്കെ മാനസിക്ക് അറിയാമായിരുന്നു. രാഗിണിയെക്കുറിച്ചും അവൾക്കറിയാമായിരുന്നു. എന്നാൽ അവൾക്ക് രാഗിണിയോട് ഈർഷ്യൊന്നും തോന്നിയില്ല. ഒന്നോർത്താൽ നന്ദിയായിരുന്നു. രാഗിണി അന്ന് ഒഴിഞ്ഞു പോയതുകൊണ്ടാണല്ലോ അവൾക്ക് അവളുടെ ചന്തുവേട്ടൻ സ്വന്തമായത്. രാഗിണിയും മാനസിയും അന്ന് ഒരുമിച്ചാണ് കിടന്നത്. തനു ഏതോ കുട്ടികളുമായി കമ്പനിയായി അവർക്കൊപ്പം വേറെ മുറിയിൽ കിടന്നുറങ്ങിയിരുന്നു. രാത്രി മുഴുവൻ മാനസിയോട് തൻ്റെ ജീവിതകഥ പറയുകയായിരുന്നു രാഗിണി. ചന്തുവിൻ്റെ പ്രണയം തട്ടിമാറ്റിയതും സുനിലുമായുള്ള വിവാഹവും പിന്നീട് സംഭവിച്ചതും നിറ കണ്ണുകളോടെ മാനസി അത് കേട്ടിരുന്നു. അവൾക്ക് രാഗിണിയോട് സഹതാപം തോന്നി. കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും രാഗിണി പൊട്ടിക്കരഞ്ഞിരുന്നു. മാനസി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ മെല്ലെ തലോടി. ഞാൻ മണ്ടിയാണ് മാനസി. ചന്തുവേട്ടന് എന്നോടുള്ള സ്നേഹം കാണാൻ എനിക്ക് സാധിച്ചില്ല. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. രാഗിണി കരച്ചിലിനിടയിൽ പറഞ്ഞു.
സാരമില്ല രാഗി, വിധി അങ്ങനെയായിരിക്കും, പോട്ടെ. മാനസി അവളെ സമാശ്വസിപ്പിച്ചു. ഈ ജന്മം എനിക്ക് ചന്തുവേട്ടനെ നഷ്ടപ്പെട്ടു മാനസി. പക്ഷേ ഞാൻ അപേക്ഷിക്കുക, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ചന്തുവേട്ടനെ എനിക്ക് തരണം. ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിക്കാൻ, രാഗിണി പറഞ്ഞു. മാനസി സ്തബ്ധയായിപ്പോയി. ഉറങ്ങാൻ കിടന്നെങ്കിലും മാനസിക്ക് ഉറക്കം വന്നില്ല. ഇല്ല രാഗിണി, എന്തു വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. എൻ്റെ ജീവനോ സ്വത്തുക്കളോ എന്തും. പക്ഷേ ചന്തുവേട്ടനെ മാത്രം ചോദിക്കരുത്, വിട്ടു തരില്ല. ഇനിയും 1000 ജന്മങ്ങളുണ്ടെങ്കിലും ചന്തുവേട്ടനെ എനിക്ക് വേണം. മനസ്സിൽ അവൾ 1000 തവണ ആ ഉത്തരം ഉരുവിട്ടു. കല്യാണ ദിവസം പലവിധ ജോലികളിൽ ഏർപ്പെടുമ്പോഴും മാനസിയുടെ മനസ്സിൽ രാഗിണിയുമായി നടത്തിയ സംഭാഷണമായിരുന്നു. ചന്തുവേട്ടൻ രാഗിണിയെ തീവ്രമായി പ്രണയിച്ചിരുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. ആദ്യ പ്രണയം ഒരിക്കലും മരിക്കില്ലെന്ന് കേട്ടിട്ടുണ്ട്. ചന്തുവേട്ടന് ഇപ്പോഴും രാഗിണിയോട് സ്നേഹമായിരിക്കുമോ തന്നേക്കാൾ? ആ ചോദ്യം മനസ്സിൽ ഉയർന്നപ്പോൾ തന്നെ ഉള്ളിലൊരാന്തലായിരുന്നു അവൾക്ക്. കല്യാണ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാൻ ചന്തുവിന് അവസരം കിട്ടി. അപ്പോഴാണ് രാഗിണി അവന് സമീപം എത്തിയത്. കസേരയിലിരുന്ന് അവൻ്റെ മുന്നിൽ രാഗിണി കുറച്ചു നേരം നിന്നു. ചന്തുവേട്ട, അവൾ വിളിച്ചു. അവൻ മെല്ലെ തലപൊക്കി നോക്കിയപ്പോഴാണ് അവളെ കണ്ടത്. എന്താ രാഗിണി? അവൻ കണ്ണുകളോ ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ചന്തുവേട്ട, കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ചന്തുവേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയാൻ. അവൾ കലങ്ങിയ കണ്ണുകളോടെ അവനോട് പറഞ്ഞു. ഓ, അതൊന്നും സാരമില്ല രാഗിണി, ജീവിതത്തിൽ ഇതെല്ലാം സഹജം. അവൻ അവളോട് പറഞ്ഞു. അങ്ങനെയല്ല, ചന്തുവേട്ടൻ്റെ സ്നേഹം ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും. അവൾ അത് പറഞ്ഞു മുഴുവിപ്പിക്കാൻ ചന്തു സമ്മതിച്ചില്ല. കൈ ഉയർത്തി അവൻ അവളെ വിലക്കി. വേണ്ട രാഗിണി, ഇതൊന്നും ഇനി പറയണ്ട. കസേരയിൽ നിന്ന് എണീറ്റുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ തറവാട്ടിൽ മോരിയെപ്പോലെ പണിയെടുത്തുകൊണ്ടിരുന്ന എട്ടും പൊട്ടും തിരിയാത്ത ചന്തു അല്ല രാഗിണി ഇപ്പോൾ. ഞാനിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്. നമ്മൾ തമ്മിലുള്ള പഴയ ബന്ധം ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരടച്ച പുസ്തകമാണ്. ബിസിനസ്സുകാർ അടച്ച പുസ്തകങ്ങൾ വീണ്ടും തുറക്കാറില്ല രാഗിണി. അവൻ ഭാവഭേദമില്ലാതെ പറഞ്ഞു. രാഗിണി മിണ്ടാതെ നിന്നു. ചന്തു തൻ്റെ പോക്കറ്റിൽ നിന്നൊരു കാർഡ് എടുത്ത് രാഗിണിക്ക് നീട്ടി. നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു രാഗിണി. ഇതെൻ്റെ കേരള ഓപ്പറേഷൻസിലെ സെക്രട്ടറി വേണുജിയുടെ കാർഡാണ്. നിനക്ക് കേരളത്തിൽ എവിടെയും ഇഷ്ടപ്പെട്ടൊരു ജോലി ശരിയാക്കി തരാൻ അദ്ദേഹത്തിന് കഴിയും. വേറെ എന്താവശ്യമുണ്ടെങ്കിലും ഇയാളെ വിളിക്കാം. ജോലിയൊക്കെ ചെയ്ത് മകളെയൊക്കെ നല്ല രീതിയിൽ വളർത്തു. സാധിക്കുമെങ്കിൽ വേറെ ഒരു വിവാഹവും കഴിക്കുക. നീ ഇപ്പോഴും ചെറുപ്പമാണ്. ആരെങ്കിലുമൊക്കെ ഓർത്ത് ജീവിതം നശിപ്പിക്കാതെ. മകൾ വളർന്ന് കല്യാണമൊക്കെ ആകുമ്പോൾ എന്നെ മാനസയും വിളിക്കാൻ മറക്കരുത്. ഞങ്ങൾ തീർച്ചയായും വരും. തനുവിന് കല്യാണമാകുമ്പോൾ നിന്നെയും ഞാൻ വിളിക്കും. അപ്പോൾ വന്നിരിക്കണം. അവൻ പറഞ്ഞു നിർത്തി. രാഗിണി ആ കാർഡ് വാങ്ങുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ രംഗങ്ങൾ ദൂരെ നിന്ന് മാനസി വീക്ഷിച്ചത് ആരും അറിഞ്ഞില്ല. അവളുടെ മനസ്സിൽ ഏതോ ഒരു മഞ്ഞുതുള്ളി വീണു. ചന്തു അത് കഴിഞ്ഞ് നേരെ പോയത് അമ്മാവൻ്റെ അരികിലേക്കാണ്. കല്യാണം കഴിഞ്ഞിട്ടും എന്തോ ചിന്തയിൽ ആകുലനായിരുന്നു ആ പാവം വൃദ്ധൻ. ഇനി വയസ്സാങ്കാലത്ത് അടച്ചു തീർക്കേണ്ട ബാധ്യതകളെക്കുറിച്ചാകും. ചന്തു ഒരു ചെക്ക് അമ്മാവന് നേർക്ക് നീട്ടി. എന്താണ് അവൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലായില്ലെങ്കിലും അയാൾ അത് കയ്യിൽ വാങ്ങി. അതിലെഴുതിയിരിക്കുന്ന തുക കണ്ട് അദ്ദേഹം ഞെട്ടി സ്തബ്ധനായി നിന്നു. ഇത് അമ്മാവൻ പറഞ്ഞു. അമ്മാവന് വൻ കടബാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. അതെത്രയായാലും ഈ തുക കൊണ്ട് വീട്ടാനൊക്കും. കുറേയധികം കാശ് അധികവും വരും. ആ പണം ബാങ്കിലിട്ട് അമ്മാവനും അമ്മായിയും ഈ തറവാട്ടിൽ തന്നെ സുഖമായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞു. മോനെ ചന്തു. കാർക്കശ്യത്തിൻ്റെ സ്വരൂപമായ അമ്മാവൻ തേങ്ങിക്കരഞ്ഞുപോയി. അയാൾ ചന്തുവിനെ കെട്ടിപ്പിടിച്ചു. കവിളിൽ തെരുതെരെ ഉമ്മ വെച്ചു. ചന്തുവിൻ്റെ ഉള്ളിൽ ചാരിതാർത്ഥ്യം നിറഞ്ഞു. താൻ കടങ്ങൾ വീട്ടിയിരിക്കുന്നു. ഇതായിരുന്നു ജീവിതത്തിൽ അവശേഷിച്ച ഏക കടം. കുറേ നേരം കൂടി കഴിഞ്ഞതോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ചന്തുവും കുടുംബവും ഏറമംഗലത്ത് നിന്നിറങ്ങി. ഇന്ന് രാത്രി മാനസി മഹലിൽ താമസിക്കും. നാളെ രാവിലെ മടങ്ങും. കുറച്ച് നാളുകൾ കൂടി നിൽക്കണമെന്ന് ചന്തുവിന് ആഗ്രഹം തോന്നിയിരുന്നെങ്കിലും അത് നടക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. തമ്പി മാത്രമാണ് മുംബൈയിലുള്ളത്. ഏറെ നാൾ താനില്ലാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്താൻ അവനെ കൊണ്ടാകില്ല.
സന്ധ്യാനേരത്ത് മാനസി വിളക്ക് വെച്ചു. മുകളിലെ മുറിയിലേക്ക് നടക്കുമ്പോഴും അവളുടെ ചിന്ത രാഗിണിയെക്കുറിച്ചാണ്. ഇന്ന് ചന്തുവേട്ടൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും അവളോട് സ്നേഹം കാണില്ലേ? പണ്ട് ഒഴിവാക്കി വിട്ടതിൻ്റെ ദേഷ്യം തീർത്തതാകില്ലേ ഇന്ന്? പഴയ സ്നേഹമൊക്കെ അങ്ങനെ അങ്ങ് പോകുമോ? അവളുടെ മനസ്സിൽ 1000 ചിന്തകളായിരുന്നു. അവൾ മുറിയിലെത്തി. ചന്തു ബാൽക്കണിയിൽ ഉണ്ടായിരുന്നില്ല. മുറിക്ക് പുറത്തെ ചാരുകസേരയിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു അവൻ. ഒരു കുർത്തയും മുണ്ടുമായിരുന്നു വേഷം. അടുത്ത് വെച്ചിരിക്കുന്ന മ്യൂസിക് സിസ്റ്റത്തിൽ നിന്നും ഒരു പാട്ടൊഴുകുന്നുണ്ടായിരുന്നു. ചന്തുവേട്ടാ. കുറച്ചു നേരം അവിടെ നിന്ന ശേഷം അവൾ അവനെ വിളിച്ചു. അവനൊരു ഞെട്ടലോടെ എഴുന്നേറ്റു. എന്താ? അവൻ അവളോട് ചോദിച്ചു. ഇന്നലെ ഞാനും രാഗിണിയും ഒരുമിച്ചാണ് കിടന്നത്, അവൾ പറഞ്ഞു. അതിനിപ്പോൾ എന്താണ്? ചന്തു അവളോട് ചോദിച്ചു. അവളുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. അവൾക്ക് തെറ്റു മനസ്സിലായി. ചന്തുവേട്ടൻ്റെ സ്നേഹം ഇപ്പോൾ അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, മാനസി പറഞ്ഞു. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ? നേരിയ മുഷിപ്പോടെ ചന്തു ചോദിച്ചു. ചന്തുവേട്ടൻ അവളോട് ഒരു ഫീലിങ്സും തോന്നണില്ലേ? ചങ്കിടിപ്പോടെ അവൾ ചോദിച്ചു. എന്ത് ഫീലിങ്സ്? എനിക്കൊന്നും തോന്നണില്ല, ചന്തു തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ചന്തുവേട്ടൻ്റെ ആദ്യ സ്നേഹമല്ലേ അവൾ, പെഹലി പ്യാർ. അവൾ അങ്ങനെ മാറിയതിൽ ഒട്ടും സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ, അവൾ വീണ്ടും പറഞ്ഞു. മാനസി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം. ഇങ്ങനെ വളച്ചു കെട്ടിയാൽ എനിക്ക് മനസ്സിലാകില്ല കേട്ടോ, അവൻ ഈർഷ്യയോടെ പറഞ്ഞു. മാനസി ഒരു നിമിഷം മിണ്ടാതെ നിന്ന്. ചന്തുവേട്ടൻ എന്നേക്കാളും സ്നേഹമായിരുന്നു രാഗിണിയോട്. എല്ലാവരും പറയുന്നു ചന്തുവേട്ടൻ അവളെ ഒരുപാട് മോഹിച്ചിരുന്നെന്ന്. ഇപ്പോഴും അങ്ങനെയൊക്കെ മനസ്സിലുണ്ടോ? അവൾ താഴേക്ക് നോക്കി ചോദിച്ചു. ഷട്ടപ്പ്. ചന്തു ബാൽക്കണിയുടെ കൈവരിയിൽ കൈ വലിച്ചടിച്ചു. അവൻ്റെ മുഖം ചുവന്നിരുന്നു. അവൻ്റെ ഭാവപകർച്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. സൗമ്യനായ ചന്തുവിനെ മാത്രമേ അവൾക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. 1-2 നിമിഷം അവൻ നിന്ന് ശ്വാസമെടുത്തു. എന്നിട്ട് മാനസികരികിലെത്തി അവളുടെ തോളുകളിൽ കൈവച്ചു. വാരണായിരം എന്ന് കേട്ടിട്ടുണ്ടോ നീ? അവൻ അവളോട് ചോദിച്ചു. അതാ തമിഴ് സിനിമയല്ലേ സൂര്യ അഭിനയിച്ചത്? നമ്മൾ ഒരുമിച്ചല്ലേ അത് TV-യിൽ കണ്ടത്? അവൾ ചോദിച്ചു. കുട്ടിത്തം നിറഞ്ഞ അവളുടെ മറുപടിയിൽ അവൻ പൊട്ടിച്ചിരിച്ചു. അതെ, അതൊരു സിനിമയാണ്. പക്ഷേ വാരണായിരം എന്ന് പറഞ്ഞാൽ തമിഴിലെ ഒരു ശ്ലോകമാണ്, അവൾ അവനോട് പറഞ്ഞു. എന്ന് വെച്ചാൽ? അവൾ മനസ്സിലാകാതെ ചോദിച്ചു. വാരണായിരം എന്ന് പറഞ്ഞാൽ 1000 ആനകൾ എന്നാണ് അർത്ഥം. 1000 ആനകളുടെ കരുത്ത്. രാഗിണി എൻ്റെ ആദ്യ സ്നേഹമായിരുന്നു. അവൾ പോയപ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വേദന അതാണെന്ന് ഞാൻ കരുതി. അവനൊന്ന് നിർത്തി. പക്ഷേ അത് തെറ്റായിരുന്നു. ഒരു കടിയനുറുമ്പ് കടിക്കുന്ന വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷെ നീയുണ്ടല്ലോ മാനസി, വാരണം 1000 1000 ആനകളുടെ കരുത്തോടെയാണ് നീ എൻ്റെ മനസ്സിലുള്ളത്. വികാരത്താൽ അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. എന്നെ സംശയിക്കരുത്. 1000 രാഗിണിമാർ വരുമോ പോവുകയോ ചെയ്യും. പക്ഷേ മാനസി, നിന്നെപ്പോലെ ഒരുത്തി ഒരിക്കലേ വരൂ. നീ ഇല്ലെങ്കിൽ ഞാൻ തീർന്നു മാനസി. അവൻ അവളെ തെരുതെരെ ഉമ്മ വെച്ചു. എൻ്റെ പൊന്നാണ്, കൽബാണ്, ജീവനാണ് മേരി പ്യാരി പതിദേവ്. അവനെ കെട്ടിപ്പിണർന്നുകൊണ്ട് അവൾ പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെയുണ്ടൊരു ഫീൽ ഗുഡ് സ്റ്റോറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വിത്ത് ലവ്, അലീന.